അക്കരെ നിന്നൊരു പൂവനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേടി അനീറ്റി, എന്നെ മറന്നില്ലേടി. എടാ അതിനു മുന്നേ നീ കാണിച്ചതോ? അത് ഈ കരടിനൊരു ശോശയെ കണ്ടപ്പോ കൊക്കൊരുമി പോയി ഞാൻ. ശോശയുടെ മോട്ടയുടെ അച്ഛനായി. ആഹാ, അത് ശരി. ഞാനും എൻ്റെ അനീറ്റ അവൾക്ക് എത്ര പാറ്റ കൊത്തി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവാടാ. അപ്പം അവൾക്ക് പാറ്റ വേണ്ട, ആറ്റുവാള മതിയെന്ന്. കൊക്കിലൊരുങ്ങിയിട്ട് കൊത്തിയെ പൂരടി ചുക്കിരി വാവേ എന്ന് ഞാൻ പറഞ്ഞു പോയി. അതിനാണ്. എടാ സത്യം പറയടാ, അതായിരുന്ന കാരണം? അല്ല, അതിപ്പോൾ എൻ്റെ കയ്യിലിരിപ്പൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇതേപോലത്തെ കാരണങ്ങൾ കണ്ടെത്തി അവരുടെ തലയിലേക്ക് വെക്കണം. അതാണ് അതിൻ്റെ ഒരു സിദ്ധാന്തം. എടാ ഇതിന് പോക്കൃതരൊന്നുമല്ലടാ പറയുന്നത്. എടാ വിജീഷാറിന് നിന്റെ ചിന്താഗതികളൊന്നും ശരിയല്ല കേട്ടോ. ഡാ പിന്നെ ഞാൻ നീയും ആ മുള്ളമ്പനിയും തമ്മിൽ എന്നായിരുന്നടാ പ്രശ്നം? അവൻ ശരിയല്ല. എടാ അവൻ വെള്ളം അടിച്ച് അവന് ശത്രുവും മിത്രവും എല്ലാം ഒരുപോലെ. എടാ അവനെ എനിക്ക് കള്ളു മേടിച്ചെന്ന്, എന്നിട്ട് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞ് ആ തല തെറിച്ചവൻ അവൻ്റെ മുള്ളു ഒരു എനിക്കിട്ട് എറിഞ്ഞിരിക്കുന്നു. ആ ടച്ചിങ്സ് തിന്ന വേട്ടാവളിയനെയും വെട്ടിലിനെയും വരെ അവൻ കുത്തി. ആ മുള്ള നിരപരാധിയാടാ. അവൻ്റെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതെന്ത് കണ്ടീഷൻ? എടാ കള്ള ആമാശത്ത് എത്തുന്നതിന് പകരം നേരെ എല്ലിൻ്റെ ഇടയിൽ കയറും. ചില സമയത്ത് എനിക്കും അതുണ്ടാകാറുണ്ട്. ഒരു ദിവസം തണ്ണീർമുക്ക ഷാപ്പിന് കള്ളും കുടിച്ച് ചിറകെ കുത്തി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെണ്ണുമുള്ള എന്നോട് പറഞ്ഞെന്നറിയാവോടാ സുധീഷേ? മനുഷ്യ കള്ളും കുടിച്ച് ഈ വീട്ടിൽ കയറാൻ പറ്റിയല്ലോ കേട്ടോ. വേണ്ടടി, ഈ പുതുവയിൽ പോകുന്ന ആരും വേണ്ടടി. അല്ല പിന്നെ എടാ സുധീഷ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇടയാഴം ഷാപ്പിലേക്ക് പോണ വഴി നമ്മുടെ കുട്ടപ്പനാനില്ലടാ, അവൻ്റെ മോൻ എതിരേ വരുന്നു. എൻ്റെ സുധീഷ നീ വിശ്വസിക്കുകയല്ല, പിറങ്കാലിനെ കുത്തി ഞാൻ കുതിച്ചടാ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ നേരെ. എന്നാത്തിനാ അവനെ തല്ലിയത്? ഒരു കാര്യമില്ല, എനിക്കപ്പൊക്കെ കുണ്ടളിച്ച്. ശരി. എടാ ഞാൻ അവനാകെ ഒരൊറ്റ അടിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം തന്നെ എൻ്റെ 42 തോലും പൊളിഞ്ഞ് വീണ് എല്ലിൻ്റെ അലൈൻമെൻറ്റും തെറ്റി. ഒറ്റോ എൻ്റെ തങ്കട അതൊന്നും അല്ലടാ. ഞാൻ തലകറങ്ങി താഴെ വീഴുമ്പോഴും ആ മെനപിടി ചാനച്ചിറക്കം എന്നോട് ചോദിക്കുക, മാമൻ എന്തിനാ നിക്കിളിയിട്ടേ? നിന്റെ ഈ അവസ്ഥയുടെ പേരെന്താന്നാ പറഞ്ഞത്? അത് കുടിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറാനൊക്കെയാടാ പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ ബോൺ ഗ്യാപ്പിംഗ് എന്നും പറയും.